പ്രിയപ്പെട്ട എല്ലാവർക്കും സ്നേഹത്തോടെ നമസ്കാരം. ഇരിങ്ങാലക്കുടയിലൊരു ലോകത്തിലെ മുഴുവനും കലാസ്വാദകർക്ക് ഭരതം എൻ്റർടൈൻമെൻറ്റിൻ്റെ വക നമസ്കാരം അറിയിക്കുകയാണ്. ഇന്ന് ഇവിടെ നടക്കുന്ന ഈ കലാസന്ധ്യ, ഭരതസന്ധ്യ എന്ന പേരിലുള്ള ഈ ഒരു ചടങ്ങ് ഭരതം എൻ്റർടൈൻമെൻറ്റിൻ്റെ പ്രതിവാര കലാപരിപാടികളുടെ കലാ ആസ്വാദന പരമ്പരയുടെ ഭാഗമായിട്ട് അതിൻ്റെ ഉദ്ഘാടനമാണ് നമ്മൾ ഇന്നിവിടെ നടത്തുന്നത്. ഭരതം എൻ്റർടൈൻമെൻറ്റ് എന്നുള്ള ഈ സ്ഥാപനം പ്രത്യേകിച്ച് ഈ കോവിഡിൻ്റെ സമയത്ത് നമ്മുടെ എല്ലാ തരത്തിലുള്ള സ്ട്രെസ്സിനും ഒരു റിലീഫ് എന്നുള്ള നിലയിൽ കൂടി, അല്ലെങ്കിലും ഇങ്ങനെ ഒന്നും അല്ലെങ്കിൽ തന്നെ കലയുടെ ധർമ്മം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ജീവിതത്തിൻ്റെ ദുർഘടമായിട്ടുള്ള കാര്യങ്ങളെയൊക്കെ, സമസ്യകളെ എല്ലാം ലഘൂകരിക്കാനുള്ളൊരു വല്ലാത്തൊരു കഴിവ് കലയ്ക്കുണ്ട് എന്നുള്ളത് പ്രത്യേകിച്ച് ഇരിങ്ങാലക്കുടക്കാരായ നമ്മളോട് ആരും പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. ഉത്സവത്തിൽ തന്നെ നമ്മളെപ്പോഴും കാണാറുണ്ട് പലതരത്തിലുള്ള കലകൾ നമ്മുടെ എല്ലാ സമ്മർദ്ദങ്ങളെയും ലഘൂകരിക്കാനുള്ള ഒരു മരുന്നായിട്ട് മാറുന്നത് നമ്മൾ അനുഭവിച്ച് കണ്ടിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ ഈ ഭരതത്തിൻ്റെ ലക്ഷ്യവും വേറെ ഒന്നുമല്ല, നമ്മളുടെ എല്ലാ തരത്തിലുള്ള മാനസിക സമ്മർദ്ദങ്ങളെയും മറ്റുള്ള ബുദ്ധിമുട്ടുകളെയും കലയിൽ കൂടെ എങ്ങനെ നമുക്ക് അതിൽ നിന്നും ഒരു ആശ്വാസം നേടാം എന്നുള്ളത് തന്നെയാണ് ഇതിൻ്റെ ഒരു ഉദ്ദേശം. അപ്പോൾ ഈ കലാസന്ധ്യയിലേക്ക്, ഭരതസന്ധ്യയിലേക്ക് എല്ലാവരെയും വളരെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. എല്ലാവർക്കും നമസ്കാരം അറിയിക്കുകയാണ്. ഇന്നിവിടെ നടക്കുന്നത് ഈ ഭരതസന്ധ്യയുടെ ഉദ്ഘാടനമാണ് ഇന്നിവിടെ നടക്കുന്നത്. നമ്മുടെ എല്ലാവരുടെയും ബഹുമാന്യനായിട്ടുള്ള, ആദരണീയനായിട്ടുള്ള, വളരെയധികം സ്നേഹത്തോടെ നമ്മൾ മനുമാഷ എന്ന് വിളിക്കുന്ന ശ്രീ മനു മാസ്റ്റർ ഉദ്ഘാടനം ചെയ്യാൻ ഇവിടെ എത്തിയിട്ടുണ്ട്. ഭരതം എൻ്റർടൈൻമെൻറ്റിൻ്റെയും എൻ്റെ സ്വന്തം പേരിലും നമ്മളെല്ലാ കലാസ്വാദകരുടെ പേരിലും മാഷയെ വളരെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യാണ്. മാഷ് സ്വാഗതം ആശംസിക്കുന്നതിന് ഭരതം എൻ്റർടൈൻമെൻറ്റിൻ്റെ മാനേജിംഗ് ഡയറക്ടർ ആയിട്ടുള്ള ശ്രീ ഭാസ്കര വാര്യർ അവർകളെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. വിശിഷ്ടാതിഥികളായ കുടൽമാണിക്യം ദേവസ്വത്തിൻ്റെ സാരഥിയായിട്ടുള്ള ശ്രീ പ്രദീപ് മേനോൻ അവർകൾ, ചെണ്ട എന്ന വാദ്യത്തിൻ്റെ നാനാവശങ്ങളെയും ഇരിങ്ങാലക്കുടക്കാർക്ക് വളരെ എളുപ്പത്തിൽ ആസ്വദിക്കാൻ പ്രാപ്തനാക്കിയിട്ടുള്ള ശ്രീ ശിവദാസാശാൻ, നിൽപ്പിലും നടപ്പിലും എല്ലാം ഇടയ്ക്കിടെ ലാസ്യം തുളുമ്പുന്ന നമ്മുടെ പ്രിയപ്പെട്ട നന്ദേട്ടൻ, ഇരിങ്ങാലക്കുട നന്ദകുമാർ, എല്ലാവരെയും ഈ അരങ്ങിനെ അലങ്കരിക്കാൻ ക്ഷണിക്കുന്നു. ആദ്യമായി പ്രാർത്ഥന. ശ്രുതി ഐശ്വര്യം. Vandami
ആദ്യമായി ഈ ചടങ്ങിന് സ്വാഗതം ആശംസിക്കാൻ ശ്രീ ഭാസ്കര വാര്യരെ ക്ഷണിക്കുന്നു. സദസ്സിൽ ഉപേക്ഷയായിരിക്കുന്ന എല്ലാ മഹളും അതുപോലെ തന്നെ ഇവിടെ സന്നിഹിതരായിരിക്കുന്ന സദസ്സിൽ സന്നിഹിതരായിരിക്കുന്നവരെയും ഞാൻ സ്വാഗതം ചെയ്തു. ഈ സായം സന്ധ്യയിൽ ഇവിടെ സന്നിഹിതരായിരിക്കുന്നവർക്കും എൻ്റെ നമസ്കാരം. നമ്മളിവിടെ ഒത്തുചേർന്നിരിക്കുന്നത് ഭരതം എൻ്റർടൈൻമെൻറ്റ്സ് എന്ന കമ്പനിയുടെ ഭരതസന്ധ്യ എന്ന ഞങ്ങൾ പുതിയ സംരംഭത്തിൻ്റെ ഉദ്ഘാടന ചടങ്ങിലാണ്. വേദിയിൽ ഇരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ സ്വാഗതം ചെയ്യുക എന്ന എൻ്റേതാണ് കർമ്മം, എൻ്റെ ദൗത്യമാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. കർത്തവ്യം സംരംഭം ഉദ്ഘാടനം ചെയ്യാൻ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന നാട്യകലാചാര്യൻ ശ്രീ മനു മാസ്റ്ററെ ഞാൻ ഹൃദയമായി ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേർന്ന പെരിങ്ങാലക്കുട കൂടമാണിക്യം ക്ഷേത്രം ചെയർമാൻ ശ്രീ യു പ്രദീപ് മേനോനെ ഈ വേദിയിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്തു. അടുത്തതായി നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേർന്ന വാദ്യകലാ വിദഗ്ധൻ ശ്രീ നന്ദകുമാർ മാരാരെ ഞാൻ ഈ വേദിയിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്തു. അടുത്തതായി നമ്മുടെ ക്ഷണം സ്വീകരിച്ച് എത്തിച്ചേർന്ന കഥകളി ആശാനും ചണ്ടവാദ്യ വിദഗ്ധനുമായ ശ്രീ കലാമണ്ഡലം ശിവദാസിനെ ആശാനെ ഞാൻ വിനയപൂർവ്വം സ്വാഗതം ചെയ്തു. സദസ്സിലിരിക്കുന്ന കലാസ്നേഹികളെ, ഈ പ്രോഗ്രാമിൽ നവമാധ്യമങ്ങളിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോ പ്രേക്ഷകരെയും ഈ കലാസന്ധ്യയിലേക്ക് ഹൃദയപൂർവ്വം ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ഞാൻ എൻ്റെ വാക്കുകൾ ഉദ്ഘാടനത്തിന് മാത്രമായിട്ട് ഇതിനെ സ്വാഗതം ചെയ്യുന്നതിന് മാത്രമായിട്ട് അവസാനിപ്പിക്കുന്നില്ല. നമ്മളുടെ ഒരു വലിയ സ്വപ്നമായിരുന്നു ഇതിനുവേണ്ടി കുറച്ച് കാലങ്ങളായിട്ട് നല്ല രീതിയിൽ ആകണം എന്ന ആഗ്രഹമുണ്ട്. ഏതെങ്കിലും രീതിയിലൊക്കെ നമുക്ക് ചെയ്യാൻ സാധിക്കും. പക്ഷെ ഇത് നല്ല രീതിയിലാകണമെന്ന് താമസം എത്തിയാണെങ്കിൽ തരക്കെട്ടില്ലാത്തൊരു ചുറ്റുപാടിൽ സ്ഥലം കിട്ടുകയും അതുപോലെ ഇങ്ങനെ സ്റ്റേജ് അറേഞ്ച് ചെയ്യാൻ സാധിക്കുകയും ചെയ്തു എന്ന് കൂടമാട്ടി സ്വാമി ഇതിനൊക്കെ സാധിക്കുമോ എന്ന് ഒരിക്കൽ നമ്മൾ ആലോചിച്ചപ്പോൾ നടക്കും എന്ന് തോന്നിയിട്ടില്ല. പക്ഷേ അതിന് എന്തിനും ഒരു കാലതാമസം വന്നാൽ പോലും അതിൻ്റെ അവസരം ഉണ്ടാവും. ആ സമയം വരെ വി ഹാവ് ടു വെയിറ്റ് ഫോർ എ ടൈം ബീയിങ് എന്ന് പറയുന്നത് പോലെ ആ വഴി വരെ നമ്മൾ കാത്തിരിക്കുക എന്നതായിരുന്നു ഞങ്ങളുടെ ലക്ഷ്യം. അത് ഇവിടെ സമ്പൂർണ്ണമാവുകയാണ്. ഇത് ഉദ്ഘാടനം ചെയ്ത് കഴിയുന്നതോടുകൂടി ഈ സായം സന്ധ്യയിൽ ഉദ്ഘാടനം ചെയ്യപ്പെടുന്ന ഈ ഭരതം സായം സന്ധ്യ എല്ലാ സമയങ്ങളിലും ഇതുപോലെ തന്നെ പ്രോഗ്രാമുകളെ കൊണ്ട് നിറഞ്ഞു നിൽക്കണം എന്നതാണ് ഞങ്ങളുടെ ആഗ്രഹം. ഇത് സ്ഥിരമായി ഇവിടെ ഉണ്ടായിരിക്കും. എല്ലാ പ്രോഗ്രാമുകളും നമ്മളിവിടെ ഇങ്ങനെ കണ്ടക്ട് ചെയ്തുകൊണ്ടിരിക്കും. ഇപ്പോൾ ഞങ്ങൾ എടുത്തിരിക്കുന്നത് ഞായറാഴ്ച ദിവസങ്ങളിൽ പ്രോഗ്രാമുകൾ സംഘടിപ്പിക്കാം എന്നാണ്. പക്ഷെ അത് ശനി ഞായർ ഇങ്ങനെയാണ് അതിൻ്റെ ഡെവലപ്മെൻറ്റ്സ് വരുന്നത് വെച്ചാൽ അതിനനുസരിച്ച് അത് വന്നുകൊണ്ടിരിക്കും. എന്തായാലും കലാകാരന്മാരും കലാസ്നേഹികളും ഉപജീവന മാർഗമായിട്ട് കല കൊണ്ട് കിടക്കുന്ന വ്യക്തികളും ഇതിനെല്ലാവരും സഹകരിക്കുന്നതോടുകൂടി ഇത്തരം സംരംഭങ്ങൾ വിജയിക്കുമെന്നാണ് ഭഗവാന്റെ നാമത്തിൽ ഞാൻ വിശ്വസിക്കുന്നത്.
ഭഗവാനെ തന്നെ അനുഗ്രഹിക്കുമെന്ന് നമുക്ക് വിശ്വാസമുണ്ട്. ഈ കിഴക്കേ നടയിൽ തന്നെ കിട്ടാനായിക്കൊണ്ട് കുറേ പ്രവർത്തനം നടത്തി. അത് ഇവിടെ തന്നെ ഭഗവാൻ എത്തിച്ചു തന്നു. അതും ഒരു തിരുമേനി, ഭഗവാന്റെ വളരെ കിടക്കുന്ന തിരുമേനിയുടെ സ്ഥലം തന്നെ ഞങ്ങൾക്ക് കിട്ടി. ഞങ്ങൾ വളരെ സന്തോഷമാണ്. അതോടൊപ്പം തന്നെ ഇവിടെയുള്ള ഏരിയാലക്കുടയിലുള്ള കുറേ ആസ്വാദക വൃന്ദങ്ങളെ എനിക്ക് നല്ല കണക്ഷനുണ്ട്. ഞാൻ കലാലയത്തിൻ്റെ ലൈഫ് മെമ്പറാണ്. അതിലുള്ള കലാകാരന്മാരായിട്ട് ഒരുപാട് ബന്ധങ്ങൾ എനിക്കുണ്ട്. അതിൻ്റെ പുറത്ത് ഇവിടെയുള്ള എല്ലാ കലാക്ഷേത്രങ്ങളുമായും എനിക്ക് ബന്ധമുണ്ട്. ഉണ്ണായിവാര്യ സ്മാരകലാലയത്തിൻ്റെ ഉണ്ണായിവാരുടെ പ്രതിമ വരെ ഞാൻ ഉണ്ടാക്കിയത് കലാകാരനായ അദ്ദേഹത്തിനെ കാണാൻ ഒരാൾക്കും സാധിച്ചിട്ടില്ല. അദ്ദേഹത്തിൻ്റെ രൂപം എന്താണെന്ന് ആർക്കും അറിയില്ലേ. ആ രൂപം ഞങ്ങൾ കൊണ്ടുവന്ന് എല്ലാവരും കാണിക്കാൻ സാധിക്കുന്നത്. ഇന്ന് ഉണ്ണായിവാര്യർ ആരാണെന്ന് ചോദിച്ചാൽ കലാലയത്തിൽ നിൽക്കുന്ന എല്ലാ ജനങ്ങൾക്ക് മുഴുവനും അറിയാൻ കഴിയുന്ന രൂപം കലാനിലയത്തിൽ സൃഷ്ടിക്കുകയുണ്ടായി. എനിക്ക് ഒരുപാട് ആഗ്രഹങ്ങളുണ്ടായി. എന്നാൽ എല്ലാ ആഗ്രഹങ്ങളും നടക്കുന്നില്ല. കുറേ കുറേ പ്രവർത്തനങ്ങളിലൂടെ നമ്മൾ നേടിയെടുക്കുക എന്നൊരവസ്ഥ അതുമാത്രം എനിക്കിപ്പോൾ പറയാൻ സാധിച്ചിട്ടുണ്ട്. ഇത് എന്നോട് സഹകരിച്ച ഈ നാട്ടിലെ എല്ലാ ജനങ്ങളോടും എനിക്ക് ആത്മാർത്ഥമായ നന്ദിയുണ്ട്. അവരോടെല്ലാം ഞാൻ എൻ്റെ നന്ദി രേഖപ്പെടുത്തുന്നു. ഈ എൻ്റർടൈൻമെൻറ്റ്സിൻ്റെ ഈ പ്രവർത്തനം വിജയിപ്പിക്കാൻ ജനങ്ങളായ എല്ലാ നാട്ടുകാരായവരും സഹകരിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ ഈ പ്രസംഗം അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. ഈ ഉദ്ഘാടന സന്ധ്യയ്ക്ക് അധ്യക്ഷ പദവി അലങ്കരിച്ച് 2 വാക്ക് സംസാരിക്കുന്നതിന് ശ്രീ പ്രദീപ് മേനോൻ അവരെ സ്വാഗതം ചെയ്യുന്നു. ബഹുമാന്യ നമുക്കൊക്കെ ഏറ്റവും പ്രിയകാരനായ മനു മാസ്റ്റർ, ജ്യേഷ്ഠ തുല്യനായ ഭാസ്കരേട്ടൻ, ഇരിഞ്ഞാലക്കുടയ്ക്ക് ഒക്കെ തന്നെ ഒരു എന്താ പറയുക, ഏറ്റവും സ്വകാര്യ അഹങ്കാരമാണ് ശിവദാസേട്ടൻ. കലാമണ്ഡലം ശിവദാസേട്ടൻ എനിക്ക് അടുപ്പം കൊണ്ട് ഞാൻ അങ്ങനെ പറയുന്നതാണ്. അതുപോലെ നന്ദൻ മാഷ്, അതുപോലെ ഞങ്ങളൊക്കെ പ്രവാസികളായി ജീവിച്ചവരാണ്. സുധാമൻ ചെന്നക്കൂടി ഇരിക്കുമ്പോൾ അല്ലെങ്കിൽ അതൊക്കെ വലിയൊരു അവരൊക്കെ, അതുപോലെ രജനീഷ്, അതേപോലെ തന്നെ ഇതിന് ഭാസ്കരേട്ടനെ കുറിച്ച് ചേർത്ത് പറഞ്ഞു. ഒരുപക്ഷെ കുർമാണിക്യ സ്വാമിക്ക് മാല കിട്ടുന്നുകൊണ്ടായിരിക്കാം അദ്ദേഹത്തിന്റെ ആഗ്രഹങ്ങൾ സാധിക്കാൻ. അത് മറ്റേ ബാസിരാജും ഉണ്ണിരാജും ഒക്കെ വഴി മക്കളുടെ, കാരണം മക്കൾ വഴിയാണല്ലോ നമ്മുടെ സൗഭാഗ്യങ്ങളൊക്കെ വരേണ്ടത്. ഒക്കെ തന്നെ ഭാസ്കരേട്ടന് കഴിഞ്ഞതിലും. അതുപോലെ കേരളത്തിന്റെ സാംസ്കാരിക തലസ്ഥാനം തൃശ്ശൂരാണ്. തൃശ്ശൂരിന്റെ സാംസ്കാരിക തലസ്ഥാനം എന്ന് പറഞ്ഞാൽ ഇരിഞ്ഞാലക്കുടയാണ്. അത് ഞാൻ വെറുതെ പറയുന്നില്ല. അതിപ്പോ അതേപോലെ തന്നെ വരുന്ന ആളുകളിൽ കുൾമാണിക്യം സ്വാമി നമുക്ക് ഇഷ്ടം പോലെ സ്ഥലങ്ങളും സ്റ്റേജുകളും ഒക്കെ തന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ഇവിടെ കൂടിയാട്ടമായാലും കഥകളിയായാലും മേളമായാലും ഉണ്ണായിവാര്യ കലാനിലയം നമുക്ക് ഇരിഞ്ഞാലക്കുട ലോകം മുഴുവൻ അറിയിക്കണം. അതിന്റെ ഏറ്റവും വലിയ ഒരു മുന്നോട്ടമാണ്, അല്ലെങ്കിൽ അതിനുള്ള ഒരു കൈത്താങ്ങാണ് ഭരതം എന്റർടൈൻമെന്റ്സ്. കാരണം ഇവിടെ ഇരിഞ്ഞാലക്കുടയിൽ ജനിച്ചു വളർന്നൊരു കുട്ടിക്ക്, അവർ ഏത് വീട്ടിൽ നിന്ന് വളർന്നോട്ടെ, എവിടെ നിന്ന് ആയിക്കോട്ടെ, ഇവിടെ നിന്ന് പോയൊരു കുട്ടിക്ക് എന്താണ് കഥകളി എന്ന് ചോദിച്ചാൽ അതിന്റെ ബാലപാഠങ്ങൾ എല്ലാവരും പെർഫോമൻസ് ആവില്ല, അല്ലെ? എല്ലാവരും ഇപ്പോ എന്താ പറയാ പെർഫോമൻസ് ആയിട്ട് മാറുന്നില്ല. പക്ഷെ അതിന്റെ ബാലപാഠങ്ങൾ എന്താണെന്ന് ചോദിച്ചാൽ ഇരിഞ്ഞാലക്കുട എന്ന് പോയൊരു കുട്ടിക്ക് അത് അറിഞ്ഞിരിക്കും. അതുകൊണ്ട് കലാകാരന്മാരുടെ സ്ഥലമാണ് ഇരിഞ്ഞാലക്കുട. അതിനെ വളർത്തിയെടുക്കാൻ ഇപ്പോൾ ഞായറാഴ്ചയായിട്ട് തുടങ്ങുന്നു. പക്ഷെ ഭാവിയിൽ അത് ശനിയാഴ്ചയും മറ്റ് അവധി ദിവസങ്ങളിലൊക്കെ ആയിട്ട് നമ്മുടെ കുട്ടികൾക്ക് അത് വലിയൊരു അനുഗ്രഹമാണ്. അതേപോലെ തന്നെ ഇതിന്റെ ഭാഗമായിട്ട് ഞാൻ പറയുകയാണ്, നമ്മുടെ കുർമാണിക്യ സ്വാമിയുടെ സ്റ്റേജ് വന്നിട്ടുണ്ട്. എല്ലാ മാസവും നമുക്ക് നടത്തണം, ക്ലാസിക്കൽ പരിപാടികൾ നടത്തണം, സംഗീത കച്ചേരി, നൃത്തങ്ങൾ നടത്തണം. ഇവിടെ നേരത്തെ പറഞ്ഞ പോലെ പ്രവാസ ജീവിതത്തിന്റെ ഭാഗമായി 10-22 വർഷക്കാലം അമേരിക്കയിലും ഗൾഫിലും ഒക്കെ ജീവിച്ചുകൊണ്ടായിരിക്കും. എനിക്ക് തോന്നിയൊരു സംഭവം പറയാണ്, ഏറ്റവും നല്ലത് അത് ജാതി മത രാഷ്ട്രീയത്തിന് ഒക്കെ എല്ലാവർക്കും പലർക്കും രാഷ്ട്രീയം ഉണ്ടാവും, ചിലർക്ക് പല വിശ്വാസങ്ങളുണ്ടാവും. പക്ഷേ കലയും കലാരൂപങ്ങളും ഒന്നിക്കുമ്പോൾ ശരിക്കും അതിനെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ, ശരിക്കും അതിന്റെ പ്രവർത്തനത്തിൽ നിങ്ങൾ ഏർപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒന്നായി മാറും. നമ്മുടെ മനസ്സിൽ ഒരു പകയുണ്ടാവില്ല, ഒരു പക ഒരു കലാകാരന് ഉണ്ടാവില്ല. ഒരു ചായ, ചൂടുള്ള ചായ കുടിച്ച് തീരുമ്പേക്കും പറഞ്ഞു തീർക്കാൻ പറ്റാത്ത ഒരു പ്രശ്നം ഒരു കലാകാരൻ ഉണ്ടാവില്ല. ഞാനും ശിവദാസേട്ടനും അഭിപ്രായ വ്യത്യാസം ഉണ്ടാവും. പക്ഷേ അവര് ചായ കുടിച്ച് തീരുമ്പേക്കും കെട്ടിപ്പിടിക്കും. അതിപ്പോ നന്ദമാഷായാലും ആരെയായാലും രജീഷ് ആരെയും, അതാണ് കല. ആ കലയാണ്
നമ്മൾ നമ്മുടെ സമൂഹത്തിന്, നമ്മുടെ കുട്ടികൾക്ക് പകർന്നു കൊടുക്കുന്നുണ്ട്. ഞാൻ കൂടുതൽ ഒന്നും പറയില്ല. ഇരിഞ്ഞാലക്കുടയുടെ എല്ലാവരുടെയും പിന്തുണ, കുളമാണിക്യ സ്വാമിയുടെ സംഗമേശ്വരന്റെ നാമത്തിൽ ഈ പ്രസ്ഥാനത്തിന് എല്ലാവിധ ആശംസകളും നേരുകയാണ്. ഞാൻ കൂടുതൽ പറയുന്നില്ല. കാരണം മനുമാഷിനെ പോലെ ഇത്ര പ്രഗത്ഭരായ വ്യക്തികളുണ്ടപ്പോൾ അവരെ കേൾക്കാനായിട്ട് ഇതിരിക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും, കാരണം സോഷ്യൽ മീഡിയയിൽ കൂടെ കോവിഡ് പ്രോട്ടോകോൾ അതേപോലെ പാലിച്ചുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ കൂടെ കാണുന്ന ആയിരക്കണക്കിന് ഇരിഞ്ഞാലക്കുടക്കാർക്കും മറ്റു കലാകാരന്മാർക്കും എല്ലാവർക്കും സംഗമേശ്വരന്റെ നാമത്തിൽ ഇതിന് നേതൃത്വം കൊടുക്കുന്ന ഭാസ്കരേട്ടൻ, ബാസിരാജ്, അതുപോലെ ഉണ്ണി രാജ, എല്ലാവർക്കും സംഗമേശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. നമ്മളെല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഉദ്ഘാടനം എന്നുള്ള സംഗതിയാണ് അടുത്തതായിട്ട് നടക്കാൻ പോകുന്നത്. മനുമാഷിയെ കുറിച്ചിട്ട് എന്താ പറയണ്ടേ ചോദിച്ചാൽ നിശ്ചയില്ല. അങ്ങനെ ഒരു ആത്മബന്ധമാണ് മാഷോട് തോന്നാറുള്ളത്. കാരണം എൻ്റെ ഒരു കൺസെപ്റ്റില് ഞാൻ കലയെക്കുറിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന ഒരാൾ എന്നുള്ള നിലയിൽ എനിക്ക് നടരാജമൂർത്തി എന്നൊക്കെ പറയുമ്പോൾ വേറെ ആരെയല്ല തോന്നാറുള്ളത്. മാഷൊരു ഡെമോൺസ്ട്രേഷനിൽ ഞാൻ കണ്ടിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ പിന്നില് നടരാജന്റെ ഒരു പോസ്റ്റർ കാണാനുണ്ട്. ആ ഒരു രീതിയിൽ മാഷ് നിന്ന് കാണിച്ചു തന്നതായിട്ടൊരു ഓർമ്മയുണ്ട് മുന്നേ ഒരു വർക്ക്ഷോപ്പില്. അപ്പൊ മാഷ് ഇങ്ങനെ പറയുണ്ടായി, ആ കൈയിന്റെയും കാലിന്റെയും ഒക്കെ ഒരു അളവ്, പ്രത്യേക രീതിയിലുള്ള അളവ് കാണുമ്പോൾ മാഷ് പറയുണ്ടായി, ഇവിടെ ഒരു തുള്ളി വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ അതിങ്ങനെ കൈ കൂടെ ഒഴുകി വന്ന് കാൽപ്പത്തി കൂടെ ഇങ്ങനെ ആ ഒരു കറക്റ്റ് രീതിയിൽ ഇങ്ങനെ ഒരു പുഴ ഒഴുകുന്ന പോലെ, അല്ലെങ്കിൽ അങ്ങനെ ഒരു ഒഴുക്കോട് കൂടെ ആ വെള്ളത്തുള്ളി പ്രവഹിക്കണം. അതാണ് ആ ഒരു നിൽപ്പിന്റെ ഘടന എന്നുള്ളത് മാഷ് ചെയ്ത് കാണിച്ചു തന്നിട്ട്, ശിഷ്യനെ കൊണ്ട് ചെയ്യിപ്പിച്ച് കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ആചാര്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയുന്ന ആള് മാത്രല്ല, ആചരിക്കുന്ന ആള് കൂടിയാണ്. മാഷ് സ്വാംശീകരിച്ച മാഷിന്റെ കലയെ മാഷ് ശിഷ്യരിലൂടെയും സ്വയവും ആചരിച്ചാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് മാഷ് ആചാര്യൻ എന്നുള്ള വാക്കിന് താന്ത്രിക സൂഫിസ പാരമ്പര്യങ്ങളുടെയൊക്കെ അന്തസത്ത ഉൾക്കൊണ്ടുകൊണ്ട് നാട്യത്തിനെ ഉൾക്കണ്ണുകൊണ്ട് കണ്ടിട്ടുള്ള ഒരു മുനി തന്നെയാണ് മാഷ് എന്ന് എനിക്ക് തോന്നാറുണ്ട്. മാഷിന്റെ ഒരു വളരെ ഒരു ലാളിത്യത്തിലുള്ള രീതി നമുക്ക് അങ്ങനെയാണ്, ഭരതമുനിയെ തന്നെയാണ് ചിലപ്പോൾ ഓർമ്മിപ്പിക്കുക. അങ്ങനെയുള്ള മാഷിനെ എൻ്റെ അതിയുക്തികളെ കൊണ്ട് നീട്ടുന്നില്ല. മാഷിനെ ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം. എല്ലാ മാനനീയ മഹത്തുക്കൾക്കും എൻ്റെ നമസ്കാരം. ഇരിഞ്ഞാലക്കുട എന്ന് പറഞ്ഞാൽ ഇരിഞ്ഞാലക്കുടയിൽ വലിയ ഒരു കലാ സാംസ്കാരിക പാരമ്പര്യമുണ്ട്. ആ പാരമ്പര്യത്തിൻ്റെ
പൈതൃകത്തിൻ്റെ ശേഷിപ്പാണ് കൂടി കണ്ടുകൊണ്ടിരിക്കുന്നത്. അതല്ലെങ്കിൽ ഈ പുതിയ തലമുറ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പുറപ്പെടുക എന്ന് പറയുമ്പോൾ ആ ഇരിഞ്ഞാലക്കുടയുടെ കലാസാംസ്കാരിക പാരമ്പര്യത്തിൻ്റെ ശേഷിപ്പ്, അതിൻ്റെ ബാക്കി, അതിൻ്റെ തുടർച്ച, ആ തുടർച്ചയാണ് ഈ കാണുന്നത്. നിങ്ങളുടെ മുമ്പിൽ ഈ നിൽക്കുന്ന ഈ മനുമാഷ് അല്ലെങ്കിൽ മനോജ് മാഷ് എന്നൊക്കെ അറിയപ്പെടുന്ന ഈ കലാകാരനെ സൃഷ്ടിച്ചത് ശരിക്കും പറഞ്ഞാൽ ഇരിഞ്ഞാലക്കുടയിൽ നിന്നാണ് അത് സൃഷ്ടിക്കപ്പെട്ടത്. ജാതി മത ലിംഗ ഭേദമന്യേ രാഷ്ട്രീയപരമായിട്ടോ അല്ലെങ്കിൽ വ്യക്തിപരമായിട്ടോ അഭിപ്രായ വ്യത്യാസങ്ങളോ എന്ത് തന്നെ ഉണ്ടെങ്കിലും കലയെ കലയായിട്ട് വേറിട്ട് കാണാൻ കഴിവുള്ള കുറെ മഹത്തുക്കളുടെ ദേശമാണ് ഇരിഞ്ഞാലക്കുട. അവരുടെ മക്കളാണ് ഇപ്പൊ ഇതൊക്കെ പ്രവർത്തിക്കുന്നത്. ആ പാരമ്പര്യമാണ് ആ കുട്ടികൾക്ക് കിട്ടിയിരിക്കാൻ സാധ്യത. അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെയുള്ളത് നടക്കുന്നത്. അല്ലെങ്കിൽ സാധ്യമല്ല. അവരുടെ കാരണവന്മാര്, അച്ഛന്മാര്, വലിയച്ഛന്മാര്, ഇവരൊക്കെ അച്ചാച്ചന്മാര്, അവരൊക്കെ കണ്ടതിൻ്റെ പാരമ്പര്യം അതാണ് അവർ തുടർന്നുകൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ എന്നെ പോലുള്ളൊരു കലാകാരൻ ഇവരിൽ ജാതിഭേദമോ മതഭേദമോ ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ എന്നെ പോലൊരു കലാകാരൻ ഉണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നില്ല. അതില്ല എന്നുള്ളതിന് തെളിവാണ് ഈ മനുമാഷ്. എല്ലാവർക്കും എന്നെ അറിയാം. ഞാൻ എൻ്റെ കലയിലേക്ക് കാലെടുത്ത് വെക്കുന്നത് ഇരിഞ്ഞാലക്കുടയാണ്. ഞാനിവിടെ കഥകളി പഠിക്കാൻ വന്നതാണ്. കലാനിലയത്തിൽ ഏതെങ്കിലും ഒരു ആശാന്റെ അടുത്ത് പഠിക്കണം എന്ന് കണക്കാക്കി വന്ന ആരെ എനിക്ക് അറിയില്ലായിരുന്നു. അന്ന് അറിഞ്ഞത് കലാനിലയം രാഘവനാശാനെയാണ്. അതിനുശേഷമാണ് കൊരുമ്പ് സുബ്രഹ്മണ്യൻ തിരുമേനിയെ പരിചയപ്പെട്ടത്. അദ്ദേഹത്തിൻ്റെ അടുത്ത് മൃദംഗവും തുടങ്ങി. അദ്ദേഹത്തിൻ്റെ മക്കളൊക്കെ ആയിട്ട് അന്നേയുള്ള ആ സ്നേഹം ഇന്നും അതുപോലെ നിലനിൽക്കും. ഒരു പണം തൂക്കത്തിന് വ്യത്യാസമില്ല, അതേപോലെ നിലനിൽക്കും. അപ്പോൾ ഇവരുടെ കാരണവന്മാർ, ഇപ്പൊ ഈ കുട്ടികളുടെയൊക്കെ കാരണവന്മാരാണ് എന്നെ ഒക്കെ കലാരംഗത്തേക്ക് വളർത്തിക്കൊണ്ട് കൈപിടിച്ചുയർത്തിയത്. അവരുടെ മക്കൾ ഇന്നും എന്നെ ആദരിക്കുന്നു, എന്നെ ബഹുമാനിക്കുന്നു. അതെത്ര ആനന്ദകരമാണ് ആ ഒരു പാരമ്പര്യം കാണുമ്പോൾ എന്ന് തോന്നുന്നു എന്നർത്ഥം. ഏതായാലും ആ കുട്ടികൾ എൻ്റെ കുട്ടികൾ എന്നാണല്ലോ എനിക്ക് പറയാൻ പറ്റുള്ളൂ. അവരുടെ ഈ ഉദ്യമത്തിന് ഉദ്ഘാടനം ചെയ്യാൻ അവരെന്നെ വിളിച്ചതിൽ അതീവ സന്തോഷം. വളരെ ആനന്ദം. ഈ പരമ്പര ഈ ലോകം നിലനിൽക്കുന്ന അത്രയും കാലം നിലനിൽക്കട്ടെ. മഹാസംഗമേശ്വര അവിടുത്തെ കൃപാകടാക്ഷം ഈ കുഞ്ഞുങ്ങളിൽ ചുരിയണേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. ശാരീരികമായ അത്ര സുഖം പോരാ. അതിൽ കുറച്ച് കലാകാരന്മാരുടെ കുട്ടികളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നമുക്കിപ്പോൾ കൊറോണ എന്ന മഹാവ്യാധിയുടെ ചില പ്രോട്ടോകോൾ, ചില നിയമങ്ങൾ പാലിക്കേണ്ടതുണ്ട്. അതല്ലെങ്കിൽ ഇങ്ങനെ ആയിരുന്നിരിക്കില്ല. ധാരാളം പേരെ സംഘടിപ്പിച്ചുകൊണ്ട്, കലാകാരന്മാരെയൊക്കെ സംഘടിപ്പിച്ചുകൊണ്ടും കലാപ്രകടനങ്ങൾ നടത്തിക്കൊണ്ട് ഒക്കെ ഇത് വലിയ കേമായിട്ട് നടത്താമായിരുന്നു. നമ്മളത് അനുസരിക്കണമല്ലോ. അതുകൊണ്ട് ആണ് ഇങ്ങനെയൊക്കെ ആയത്. അല്ലെങ്കിൽ ഇതിനേക്കാൾ വളരെ ഗംഭീരമായിട്ട് ഇത് ആഘോഷിക്കാമായിരുന്നു, കൊണ്ടാടാമായിരുന്നു. അതിനുള്ള നിവൃത്തി ഇല്ല. തന്നെയല്ല, ഇപ്പോൾ ഈ മഹാവ്യാധി കാരണം ലോകമെമ്പാടുമുള്ള എല്ലാ മനുഷ്യരും, നാനാ തുറകളിലും ഉള്ള മനുഷ്യർ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ കേരളത്തിനെ എടുത്ത് നോക്കുമ്പോൾ കേരളത്തിലെ ക്ഷേത്രങ്ങളെ ആശ്രയിച്ച് കാലക്ഷേപം കഴിയുന്ന വാദ്യകലാകാരന്മാരും മറ്റുമൊക്കെ വളരെ കഷ്ടപ്പെട്ട ഒരവസ്ഥയാണ്. ഇപ്പൊ കഴിഞ്ഞ കൊല്ലത്തെ ഉത്സവങ്ങളൊന്നും നടന്നില്ല. കൊല്ലത്തിൽ ഒരിക്കൽ അവർക്ക് കിട്ടുന്ന, അതുകൊണ്ട് ഒരു വർഷം കഴിഞ്ഞു കൂടുന്ന അനവധി കലാകാരന്മാരാണ് കേരളത്തിലുള്ളത്. കാരണം കേരളത്തിന്റെ ഒരു പരമ്പര അങ്ങനെയാണ് ഇവിടെ നടന്നു വരുന്നത്. നിവൃത്തിയില്ലാണ്ടേ. അപ്പൊ അങ്ങനെ ഇപ്പോ താൻ പഠിച്ച ആ കല ഒന്ന് പ്രകടിപ്പിക്കാനൊരു അവസരം എന്ന് പോലും ആഗ്രഹിച്ച് നടക്കുന്ന അനവധി ആർട്ടിസ്റ്റുകളാണ് ഉള്ളത്. അല്ലാണ്ട് പണം കിട്ടണമെന്നില്ല. അതൊന്ന് പ്രയോഗിക്കാനുള്ളൊരു അങ്ങനെ ഒരു അവസരം, അങ്ങനെയുള്ളവർക്ക് അവസരം കിട്ടാൻ പറ്റിയ ഒരു പ്രസ്ഥാനമാണ് ഇപ്പൊ ഭരത എന്റർടൈൻമെന്റ് തുടങ്ങിയത്. അത് തന്നെ വലിയൊരു കാര്യം. കലാകാരന്റെ ഒരു ആത്മനിർവൃതി ഉണ്ടാവാൻ ഇത് കൂടുതൽ സഹായകമാകും. മക്കളെ, നിങ്ങളുടെ ഈ പ്രവർത്തനം നീണാൾ വാഴട്ടെ. സംഗമേശ്വരന്റെ അനുഗ്രഹങ്ങൾ സദാ ഉണ്ടാവട്ടെ. സാക്ഷാൽ സരസ്വതി രാജമാതംഗീശ്വരിയുടെ അനുഗ്രഹം നിങ്ങൾക്ക് ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. അടുത്തതായി
ആശംസ അർപ്പിച്ച് നമ്മളെ അനുഗ്രഹിക്കാൻ ഇരിങ്ങാലക്കുടയിലെ ചെണ്ട ആചാര്യൻ ശിവദാസ് ആശാനെ സ്വാഗതം ചെയ്യുന്നു. ആശാൻ വാക്കിലൂടെയും വാദ്യത്തിലൂടെയും നമ്മളെ ആശംസിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. വേദിയിലിരിക്കുന്ന ഒരു കാലത്ത് ഇരിഞ്ഞാലക്കുടയുടെ മാനസ ഗുരുവായിരുന്ന നാട്യഗുരു, നൃത്തഗുരു, കൊറിയോഗ്രാഫർ, എന്ത് വേണമെങ്കിൽ പറയാം, പ്രിയപ്പെട്ട മനോജ് മാഷ്. 84, 85, 86 കാലഘട്ടങ്ങളിൽ ഞാൻ കലാമന്ദിരത്തിൽ ജോലി ചെയ്യുന്ന കാലത്ത് എനിക്ക് മാഷെ നല്ലോണം ഓർമ്മയുണ്ട്. അന്ന് കലാമന്ദിരമായിട്ട് നല്ല സമ്പർക്കത്തിലുള്ള ഒരു വ്യക്തിയായിരുന്നു. ഇവിടങ്ങളിലുള്ള ഒരുപാട് സ്ഥലങ്ങളിൽ കുട്ടികളെ നൃത്തം പഠിപ്പിച്ചു. കുട്ടികളും ഈ ശിഷ്യഗണങ്ങളും പറഞ്ഞ പോലെ മാഷും ശിഷ്യഗണങ്ങളായിട്ട് ശിഷ്യത്തികളായിട്ട് പോകുന്ന ഒരു രംഗം എൻ്റെ മനസ്സിലെപ്പോഴും കൗതുകപരമായിട്ടുള്ളൊരു ധാരാളം ഞാൻ കണ്ടിരിക്കുന്നത്, കൂടുതലും കണ്ടിരിക്കുന്നത് രമേശൻ്റെ ഈ സ്റ്റാൻഡിനടുത്തുള്ള പുഷ്പത്ത് വെച്ചിട്ടാണ്. അതുപോലെ കലാമന്ദിരത്തിനടുത്ത് രാഘവനാശാൻ്റെ വീട്ടിൽ ഒക്കെ മറക്കാത്തൊരു സംഭവമാണ്. പ്രിയപ്പെട്ട മനോജ് മാഷ്, ഞാൻ മനോജ് മാഷ് എന്നാണ് പറയാറ്. മനോജ് മാഷ അതൊക്കെ മാഷ് ഇവിടുന്ന് പോയതിന് ശേഷം മാഷ ഒരുപാട് പ്രവർത്തനങ്ങളും ഒരുപാട് ഒരു ലോകത്തിന്റെ നെറുകയിലെത്തിയിട്ടുള്ളൊരു സംഭവങ്ങളൊക്കെ ഞാൻ പ്രിയപ്പെട്ട നമ്മുടെ രമേശനിൽ കൂടെയാണ് അറിയുന്നത്. രമേശന്റെ ഒരു ഡോക്യുമെന്റേഷൻ അതൊക്കെ കണ്ടതിൽ കൂടെയാണ് മാഷിനെ കുറിച്ച് പിന്നീട് മനസ്സിലായി. പ്രിയപ്പെട്ട മാഷ്, അതുപോലെ ഇരിഞ്ഞാലക്കുടയിലെയും കുടമാണിക്യ ക്ഷേത്രത്തിന്റെയും നവോത്ഥാന പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചിട്ടുള്ള ഉന്നതനായിട്ടുള്ള അല്ലെങ്കിൽ ഒരു ചെറുപ്പക്കാരനായിട്ടുള്ള പ്രവാസ ജീവിതം കഴിഞ്ഞ് ഇരിഞ്ഞാലക്കുടയ്ക്ക് താങ്ങും തണലും, അതുപോലെ പ്രത്യേകിച്ച് കുടമാണിക്യത്തിന് താങ്ങും തണലുമേകാൻ അല്ലെങ്കിൽ ഇതിൻ്റെ വികസന പ്രവർത്തനങ്ങളൊക്കെ തുടക്കം കുറിക്കുവാൻ ഇരിഞ്ഞാലക്കുടയിൽ എത്തിയിട്ടുള്ള പ്രിയപ്പെട്ട പ്രതിവേട്ടൻ, അതുപോലെ നന്ദൻ, ഇരിഞ്ഞാലക്കുടയിലെ വേറൊരു ഈ പറഞ്ഞ മാതിരി ഒരു പൈതൃകത്തിൻ്റെ ഉടമയായിട്ടുള്ള ഞാൻ പ്രത്യേകിച്ച് പേരെടുത്ത് മറ്റുള്ളവരെ പറയില്ല. അതുപോലെ ഭാസ്കരമാരുടെ ആ ഒരു ഫാമിലി ആദ്യം പറയേണ്ടത് അവരെയാണ്. ബാസിരാജ് കൃഷ്ണൻ, അതുപോലെ ഉണ്ണിരാജ, അവരുടെ മാതാവ്, അങ്ങനെ എല്ലാവരും ഉണ്ട്. പ്രിയപ്പെട്ട ഗോപിനാഥൻ, രജനീശൻ, മന്നൂർ രജനീശൻ, ദിനേശൻ, അതുപോലെ പുറത്തു നിൽക്കുന്ന രമേശൻ, അങ്ങനെയൊക്കെ പണി പറഞ്ഞു അത്ര വന്നിട്ടില്ല. എല്ലാവർക്കും എൻ്റെ വിനീതമായിട്ടുള്ള കുപ്പുകൈ. ഈ ഞാൻ ആദ്യമായിട്ടാണ് തോന്നുന്നത്, എനിക്കറിയില്ല, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഒരു പ്രതിഭയുടെ ഈ ഒരു IT കമ്പനിയുടെ ഒരു ഭാഗമായിട്ട് ഒരു പൈതൃക കലകൾക്കും അനുഷ്ഠാന കലകൾക്കും വേണ്ടി ഒരു ഉയരെടുത്തിട്ടുള്ള ഒരു യൂട്യൂബ് ചാനൽ ഭരതം എൻ്റർടൈൻമെൻറ്റ്സ് ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്നത്. നമ്മളെ ലോകത്ത് ഒരുപാട് IT കമ്പനികളൊക്കെ കണ്ടിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്. എൻ്റെ കുറേ ശിഷ്യന്മാരെ IT കമ്പനികളുടെ ആൾക്കാരുണ്ട്. അവരുടെ ഇതിലൊന്നും ഞാൻ കേട്ടില്ല. ഞാൻ ആദ്യമായിട്ടാണ് അങ്ങനെ ഈ സംഗമ ഭൂമിയിൽ അല്ലെങ്കിൽ ഈ മുക്കുടിപുരത്ത് രാജേഷ് തമ്പാൻ പറഞ്ഞ പോലെ മറക്കില്ല, പുതിയ പേരായി, നല്ല പേരാണ് നമുക്ക്. ഞാൻ ഇവിടെ കേട്ടിട്ടില്ല. എന്തായാലും ഈ എൻ്റർടൈൻമെൻറ്റ്സിന് ഈ ബാസിരാജിൻ്റെ, ഉണ്ണിരാജിൻ്റെ ഈ പ്രവർത്തനങ്ങളൊക്കെ ഈ എന്താ പറയാണെന്ന് അറിയില്ല. സ്വാമിയുടെ എല്ലാവിധ അനുഗ്രഹങ്ങളും ഈ ഭരതം എൻ്റർടൈൻമെൻറ്റ്സ് ഒരു ലോകോത്തര മാഷ് പറഞ്ഞ പോലെ, മനോജ് മാഷ് പറഞ്ഞ പോലെ ഒരു ലോകോത്തര ഒരു സംഭവമായിട്ട് പരിചയിക്കട്ടെ എന്ന് പറയുന്നു. ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നതോടൊപ്പം ഞാൻ ഈ ഒരു സംരംഭത്തിന് ഈ കലയുടെയും പൈതൃകത്തിൻ്റെയും ഒരു തുടക്കം കുറിക്കുന്ന ഒരു സംഭവമായതുകൊണ്ട് ഞാൻ എൻ്റെ ആദ്യ വിഷയമായിട്ടുള്ള ഞങ്ങൾ പഠിക്കുന്ന ആദ്യ വിഷയം എന്ന് പറയുന്നത് ഗണപതിക്കുകയാണ്. ഗണപതിയെ സ്തുതിക്കുക. എൻ്റെ മാഷ് ഇവിടെ ഉണ്ട്. അവരെ ഗണപതിയെ സ്തുതിച്ചുകൊണ്ടാണ് അവരെ ഈ പ്രവർത്തനം തുടങ്ങുന്നത്. എല്ലാം അങ്ങനെ തന്നെയാണ്. അതുപോലെ ഞാൻ എൻ്റെ ഒരു പ്രവർത്തനം ഈ ഒരു സംഭവത്തിന് തുടക്കം കുറിക്കാനായിട്ട് ഞാൻ എൻ്റെ ആദ്യമായിട്ടുള്ള ചെണ്ടയിൽ ഗണപതിക്കൈ കുട്ടി ഞാൻ ആശംസകൾ അവസാനിപ്പിക്കും.
അടുത്തതായി ആശംസ സംസാരിക്കാനും ഇടയ്ക്കയിലൂടെ നമ്മളെ ആശംസിക്കാനും ഇനിയാലക്കുടയുടെ പ്രിയപ്പെട്ട ഇടയ്ക്ക കലാകാരൻ ശ്രീനന്ദേട്ടനെ സ്വാഗതം ചെയ്യുന്നു. എല്ലാവർക്കും നമസ്കാരം. ഞാനിങ്ങനെ പ്രസംഗിക്കാൻ വേണ്ടിയിട്ടല്ല വന്നത്. ഇടയ്ക്കിൽ എന്തെങ്കിലും വായിക്കണം എന്ന് പറഞ്ഞിട്ടാണ് വന്നത്. എന്തായാലും 2 വാക്ക് പറയുന്നു. വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെല്ലാവർക്കും നമസ്കാരം. ഇത്തരം ഒരു സാംസ്കാരിക സംഘടന അല്ലെങ്കിൽ സാംസ്കാരിക പ്രവർത്തനമുള്ള ഇങ്ങനൊരു വേദി ഇരിങ്ങാലക്കുടയിൽ ഇന്നത്തെ സാഹചര്യത്തിൽ വളരെ അത്യാവശ്യമുള്ളതാണ്. ചെന്നൈയിലെല്ലാം ഇതേപോലുള്ള IT അല്ലെ ഈ മീഡിയ ആയിട്ട് വെച്ചിട്ടുള്ള ചില സംരംഭങ്ങൾ എനിക്ക് പരിചയമുണ്ട്. ഒരു ലയ സമുദ്ര എന്ന് പറഞ്ഞിട്ടുള്ള ഇതേപോലെ തന്നെയാണ് വരാൻ പോകുന്നത്. ഇത്തരം കലകളെ പ്രോത്സാഹിപ്പിക്കുകയും കലാകാരന്മാരുമായിട്ടുള്ള ഇൻ്റർവ്യൂ ചെയ്യലും എല്ലാമായിട്ടുള്ള ഒരു ലയ സമുദ്ര എന്നുള്ളൊരു സ്ഥാപനം ചെന്നൈയിൽ എനിക്കവിടെ പോയി പ്രകടനം ചെയ്യാനുള്ള അവസരം ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ ഒരു സാരഥിയും ഇതേപോലൊരു ഭാസ്കരനാണ്, മുദ്ര ഭാസ്കർ എന്ന് പറഞ്ഞൊരാൾ. അതേപോലെ ഇവിടെയും ഒരു ഭരതം ഭാസ്കർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരാൾ ഉണ്ടാവട്ടെ. ഇനിയാൾക്കിടയിൽ നിരവധി കലാകാരന്മാരെ പ്രോത്സാഹിപ്പിക്കാൻ ഈ സ്ഥാപനം ഉയർന്നു വരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാനൊരു ചെറിയൊരു കീർത്തനം ഇടയ്ക്കയിൽ വായിക്കുകയാണ്. ഇടയ്ക്ക എന്ന് പറഞ്ഞതൊരു കൊട്ടുന്ന വാദ്യമാണ്. അതിൽ സംഗീതം വായിക്കുക എന്നുള്ളത് ആ വാദ്യത്തിൻ്റെ ഒരു വിശേഷമാണ്. ലോകത്തിൽ തുകൽവാദ്യങ്ങളിൽ സംഗീതം വായിക്കാൻ കഴിയുന്ന ഏകവാദ്യമാണ് കേരളത്തിൻ്റെ ക്ഷേത്രവാദ്യമായ ഇടയ്ക്ക. ഇതിൽ സംഗീതം വായിക്കുക എന്നുള്ളത് ഇന്ന് ഈ ആരും ഇത് പഠിപ്പിക്കുവാനോ അതിനുള്ളൊരു ആചാര്യനോ ഇന്ന് കേരളത്തിലില്ല എന്ന് എനിക്ക് ഉറപ്പിച്ച് പറയാം. പിന്നെ ഞാനത് എങ്ങനെ പഠിച്ചു എന്നുള്ളതാണ്. എൻ്റെ അച്ഛൻ ഇന്നൊക്കെ 1 മാസമായി എൻ്റെ അച്ഛൻ മരിച്ചിട്ട് ഇവിടെ നമസ്കരിക്കുന്നു. അദ്ദേഹം സംഗീത എല്ലാവർക്കും അറിയാം, ക്ഷേത്ര കലകളെ അറിയുന്ന ആളുകളായതുകൊണ്ട് ഇതിൻ്റെ സാധ്യതകൾ കൂടുതൽ മനസ്സിലാക്കിയ കാരണം എനിക്ക് അതിൻ്റെ ഒരു വഴി പറഞ്ഞു തന്നു. ആ രീതി ഞാൻ പിന്തുടർന്ന കാരണം ചെറുതായിട്ട് ഇടയ്ക്കയിൽ എന്ത് വായിക്കാമെന്ന് തോന്നുന്നു, എനിക്കറിയില്ല, നിങ്ങളെ തീരുമാനിക്കാം. അങ്ങനൊരു ഇതിലാണ് ഇത് ഇടയ്ക്കയിൽ സംഗീതം വായിക്കുന്നത്. ഇന്ന് നിരവധി പേര് വായിക്കുന്നുണ്ട്. പക്ഷെ അതിനൊരു പഠന സമ്പ്രദായം കേരളത്തിലോ ഇന്ന് നിലവിലില്ല എന്നുള്ളത് ആണ് എൻ്റെ വിശ്വാസം. ഇത് ഇടയ്ക്ക് പഠിപ്പിക്കുന്നത് സ്ഥാപനങ്ങളെ വളരെ കുറവാണ്. കേരള കലാമണ്ഡലത്തിൽ ഒരു സബ്ബായിട്ടേ പഠിപ്പിക്കുന്നുള്ളൂ. ഇത് ആദ്യം ആകെ പഠിപ്പിക്കുന്നത് വൈക്കം കലാപീഠം എന്നുള്ളൊരു സ്ഥാപനത്തിൽ അനുഷ്ഠാനപരമായിട്ടുള്ളൊരു രീതിയിൽ മാത്രമാണ് പഠിപ്പിക്കുന്നുള്ളൂ. എന്തായാലും എനിക്കിങ്ങനെ ഒരു ചെറിയൊരു എൻ്റെ പ്രവർത്തനം അവിടെ കാഴ്ചവെക്കാനുള്ള അവസരം തന്നിരിക്കുന്നതിന് ഇതിൻ്റെ എല്ലാ ഭാരവാഹികളോടും നന്ദി അറിയിക്കുന്നു. ഞാനിവിടെ വായിക്കാൻ പോകുന്നത് ഒരു രേവഗുപ്തി രാഗത്തിലുള്ള ഒരു സ്വാതി തിരുനാളിൻ്റെ ഒരു കീർത്തനമാണ്. മിശ്രജാപതാളത്തിലുള്ള ഗോപാലക പാഹിമ എന്നുള്ളത്. എല്ലാവരും ആസ്വദിക്കണമെന്ന് അറിയണം. നന്ദി, നമസ്കാരം.
ഒരു നിമിഷം സെറ്റ് ചെയ്യണം.
കലാകാരന്മാർക്ക് ഏറ്റവും വലിയൊരു വെല്ലുവിളിയാണ് ഈ കൊറോണ എന്ന് വെക്കുന്നത്. പരിപാടി ഇല്ല എന്നുള്ളതല്ല, ഇത് പ്രാക്ടീസ് ചെയ്ത് നമ്മൾ കൊണ്ടുപോകുക എന്നുള്ളത് വളരെ ഒരു ബുദ്ധിമുട്ടല്ല, ഒരു ചാലഞ്ചിങ് ആണത്. കാരണം എന്താ വെച്ചാൽ നമുക്ക് അതിനുള്ള മൂഡ് വരണം, അതിനുള്ള സാഹചര്യം വരണം. അപ്പോൾ പരിപാടിക്ക് പോകാന്നുള്ള പറഞ്ഞാൽ ആ സമയത്ത് പോവാം, പക്ഷെ അത് പ്രാക്ടീസ് ചെയ്തില്ലെങ്കിൽ നടക്കില്ല. എല്ലാ ദിവസവും എല്ലാ കലയും അങ്ങനെയാണ്. അപ്പോൾ അതിനൊരു അവസരം കൂടി തന്നതിൻ്റെ പ്രത്യേകം നന്ദി പറയണം. ഞാൻ ഒരാഴ്ച മുന്നേ ഇത് പ്രാക്ടീസ് ചെയ്ത് റെഡിയാക്കി വെക്കാറുണ്ട്. സ്റ്റേജിൽ കയറി പെട്ടെന്ന് വായിക്കാൻ പറ്റില്ല. ഓക്കെ, താങ്ക് യു. അങ്ങനെ ഈ സന്ധ്യയിലെ പ്രധാന ചടങ്ങുകളെല്ലാം അവസാനിച്ചിരിക്കുകയാണ്. ഒരു ചടങ്ങിൽ കഴിക്കാതെ കഥകളിയുടെ ഒരു ഭാഷന്റെ ശ്ലോകത്തിൽ കഴിക്കുക എന്ന് പറഞ്ഞിട്ടൊരു അങ്ങനെ കേട്ടിട്ടുണ്ട്. അതുപോലെ അല്ലാണ്ട്, അതായത് ഉപായത്തിൽ ചെയ്യാണ്ട് എല്ലാവരും വളരെ ആത്മാർത്ഥമായിട്ട് ഒരുപോലെ പ്രവർത്തിച്ചിട്ടുള്ളൊരു സംരംഭം വിജയിക്കും എന്നുള്ളതിന് സംശയമില്ല. ഇപ്പോൾ നന്ദേട്ടൻ്റെ ഈ ഇടയ്ക്കയിലുള്ള വായനയോടുകൂടെ നമ്മളെല്ലാവരും ധന്യരായിരിക്കുന്നു. അങ്ങനെ ഇന്നത്തെ ഈ സന്ധ്യ, ഇന്നത്തെ ഈ പരിപാടി ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ സമയമായി. ഇനി നന്ദി പ്രകാശിപ്പിക്കുക എന്നുള്ള കർത്തവ്യമാണുള്ളത്. അതിനായി ഭരതം എൻ്റർടൈൻമെൻറ്റിൻ്റെ CEO ആയിട്ടുള്ള ശ്രീ ഭാസിരാജിനെ, ഈ ഭരതത്തിൻ്റെ നായകനായിട്ടുള്ള ഭാസിയേട്ടനെ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. സ്വാഗതം. എന്താ പറയാന്നറിയില്ല. ഇതിലാദ്യത്തെ താങ്ക്സ് പറയുന്നത് സുധാമനോടാണ്. കാരണം സുധാമനേട്ടൻ ഈ സ്ഥലം തന്നില്ല എന്നുണ്ടെങ്കിൽ ഇതൊന്നും ഇല്ല. അതിന് നന്ദി മാഷ്ക്കാണ്. അത് പിന്നെ ഇതിൽ അടുത്തതായിട്ട് പറയാനുള്ളത് മാഷ്ക്ക്. മാഷിന്റെ എന്ന് പറയുന്നത് തന്നെ വലിയൊരു കാര്യമാണ്. മാഷോട് വന്നപ്പോൾ ഞാൻ പോയി പറഞ്ഞ എല്ലാവരും പറഞ്ഞത് മണിമാഷ് വരുന്നുണ്ട്, എന്നാൽ ഞങ്ങളുണ്ട് എന്നാണ് എല്ലാവരും പറഞ്ഞത്. ഞങ്ങൾ വരുന്നുണ്ട് പറഞ്ഞു. പക്ഷെ പറഞ്ഞത് നമുക്ക് അക്കോമഡേറ്റ് ചെയ്യാനുള്ളൊരു ലിമിറ്റേഷൻ കാരണം ഞാൻ പറഞ്ഞു ലൈവാണ് നമ്മൾ ചെയ്യുന്നത്, കാണാം എന്നുള്ള രീതിയിൽ. പിന്നെ അടുത്തത് പറയാനുള്ളത് ശിവദാസാശാനാണ്. കാരണം ഞാൻ അങ്ങനെ കാര്യം പറഞ്ഞപ്പോൾ ആശാൻ എന്നോട് ഇങ്ങോട്ട് പറയാനുണ്ടായത് ഞാൻ ഗണപതിക്ക് കൊട്ടി പാസ് ചെയ്ത് തുടങ്ങി തരാറ്. അതിനൊരു ഒരുപാട് സന്തോഷം. പിന്നെ അച്ഛൻ കുറിച്ച് പറയേണ്ട കാര്യമില്ല, അച്ഛനില്ലെങ്കിൽ ഞാനില്ല. അങ്ങനെയാണ് നമ്മൾ ഭരതം എന്നുള്ളത്. അച്ഛന് നന്ദി പറയുന്നു. പിന്നെ പറയേണ്ട എല്ലാവർക്കും അറിയാം, ഇവിടെ നിങ്ങൾ റെക്കോർഡ് ചെയ്ത എല്ലാ കാര്യങ്ങളും നമ്മുടെ കൂടെ എല്ലാത്തിനും ഉണ്ട്. എല്ലാ കാര്യങ്ങളും കൂടെ ഉണ്ട്. എനിക്ക് ഒരുപാട് കുടുംബാണിക്ക് അമ്പലത്തിൽ ഇതുപോലെ സ്റ്റേജ് തുടങ്ങിയിരുന്നുള്ളൂ. അവിടെ ഇതുപോലെ എല്ലാ മാസവും പ്രോഗ്രാം നടത്തണമെന്ന് പറഞ്ഞത് എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. കാരണം എൻ്റെ ഒരു സംരംഭത്തിൽ ആ കുടുംബാണിക്ക് സ്വാമി കൂടെ ഉണ്ടെന്നുള്ള ഒരു ഡെഫിനിഷനാണ് എനിക്കത് ബേസിക്കലി. അപ്പോൾ അത് ഞാനും അതിൽ ഭാഗമാണല്ലോ എന്നുള്ള സന്തോഷം. പിന്നെ ഞാൻ വയലിൻ പഠിച്ചത് നന്ദേട്ടൻ്റെ അച്ഛൻ്റെ അടുത്താണ്. കുറച്ച് നാളെ പഠിച്ചിട്ടുള്ളൂ. മാഷിൻ്റെ ആ ഓർമ്മയിൽ അതിൽ നന്ദേട്ടൻ വന്നതിൽ. പിന്നെ ഇതിൽ പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ആൾക്കാരുണ്ട്. കാരണം ഞാൻ അടുത്ത ഒരു ആഴ്ചത്തേക്ക് അല്ല ഒരു മാസത്തേക്കുള്ള പ്രോഗ്രാം ഞാൻ ഷെഡ്യൂൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിപ്പോൾ അനൗൺസ് ചെയ്യാൻ ചെയ്യുന്നില്ല, ടൈം ഒരുപാട് എടുക്കും. അതുകൊണ്ടാണ് ഞാൻ വരിക. നാളെ തൊട്ട് അത് വരും ചാനൽ. ഈ ആഴ്ചത്തെ 2 പ്രോഗ്രാംസ് ഓൾറെഡി ഞങ്ങൾക്ക് പ്ലാൻഡാണ്. ഒരാഴ്ചത്തേക്ക് ഒരു മാസത്തേക്കുള്ള പ്ലാൻഡാണ്. എന്നിരുന്നാലും ഈ ആഴ്ച ഉദ്ദേശിച്ചിരുന്നു സുധാമനേട്ടനും ഉദയചേട്ടനും കൂടെ പ്രോഗ്രാമുണ്ട്. അത് കൂടാതെ അതിൻ്റെ കൂടെ ശരണ്യ എന്ന് പറഞ്ഞ ഒരു അച്ഛനാണ് വന്നിട്ടുള്ളത്. ആ കുട്ടിയുടെ കഥക്. ഈ 2 പ്രോഗ്രാംസാണ് ഈ ഞായറാഴ്ച നമ്മൾ ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത്. പിന്നെ ബാക്കി വഴിയെ നമ്മൾ അറിയിക്കാം. പിന്നെ ഈ ഒരു സംരംഭം തുടങ്ങുമ്പോൾ തൊട്ട് ഈ പറഞ്ഞ പോലെ എൻ്റെ കൂടെ ഉണ്ട് എൻ്റെ അനിയൻ ഉണ്ണിരാജ്. അവനോട് സ്റ്റേജിൻ്റെ പിന്നാണ് ഇപ്പോഴും. അവന് ഒപ്പമുണ്ട്. പിന്നെ ഇത് നടത്തിയെടുക്കുക എന്ന് പറയുന്ന ചെറിയൊരു കാര്യമല്ല, ഇതൊരു വലിയൊരു
എഫേർട്ട് ഉണ്ട് ഇതിന് പിന്നിൽ. ഞാൻ മാത്രമല്ല ഇതിൻ്റെ പിന്നിൽ. നായകൻ എന്നൊക്കെ പറഞ്ഞാൽ നായകൻ മാത്രമൊന്നും ആവില്ല. കൂടെ ഒരുപാട് ആൾക്കാർ വേണം നടക്കണമെന്നുണ്ടെങ്കിൽ അതിൽ ഇൻക്ലൂഡിങ് ഇന്ന് ലൈവ് ആക്കാൻ വന്ന ഈ വന്നിരിക്കുന്നവർ പോലും, പിന്നെ അതിൻ്റെ കൂടെ ഇതിന് കൂടെ പ്രവർത്തിച്ച ക്യാമറയ്ക്കുള്ള ആൾക്കാർ, ഓഡിയോയ്ക്കുള്ള ആൾക്കാർ, പിന്നെ എൻ്റെ ബന്ധുക്കളുണ്ട്, എൻ്റെ ഫ്രണ്ട്സ് ഉണ്ട്, അങ്ങനെ ഒരുപാട് പേരുണ്ട്. പറഞ്ഞാൽ തീരില്ല സത്യം പറഞ്ഞു. അങ്ങനെ ഇനിയൊന്നും പറയുന്നില്ല. അപ്പോൾ എല്ലാവർക്കും നന്ദി. ഇനി ഈ പ്രോഗ്രാം ഈ ലൈവ് വരുമ്പോൾ കൂടുതൽ പ്രോഗ്രാംസ് എനിക്ക് കോർഡിനേറ്റ് ചെയ്യാൻ കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാവർക്കും നന്ദി. താങ്ക് യു സോ മച്ച്. എനിക്ക് തോന്നുന്നത് തന്നെയാണ് നിങ്ങൾക്ക് തോന്നുന്നത് വിചാരിക്കുന്നു. വലിയൊരു സന്തോഷം തോന്നുകയാണ്. അതാണ് കലയുടെ ഉദ്ദേശം. ആ ഒരു സമയത്തേക്ക് അനുഭവിക്കുന്ന സമയത്തേക്ക് ആനന്ദം അനുഭവിക്കുക എന്നുള്ളത് തന്നെയാണ് ഓരോ കലയുടെയും ലക്ഷ്യം. ഇപ്പോൾ അത് മാഷിന്റെ സംസാരമാണെങ്കിലും ബാക്കി ഇവിടെയുള്ള മറ്റ് വിശിഷ്ടാതിഥികളുടെ വാക്കുകൾ കൂടെയാണെങ്കിലും അച്ഛൻ എന്ന് വിളിക്കാറുള്ളത് അദ്ദേഹത്തിന്റെ വാക്കുകൾ കൂടെയാണെങ്കിലും നമുക്ക് കിട്ടിയത് സന്തോഷം തന്നെയാണ്. അത് ഒന്ന് ആ സന്തോഷത്തിനെ കുറച്ചും കൂടെ പൂർപ്പിച്ചു കൊടുക്കുന്നു നന്ദേട്ടൻ. അപ്പോൾ ഇന്നത്തെ ഈ ഒരു പരിപാടി വിജയമായി എന്ന് വിശ്വസിച്ചുകൊണ്ട് നമ്മുടെ ഈ കലാസന്ധ്യ ഭരതസന്ധ്യ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. എല്ലാവർക്കും ഒരിക്കൽ കൂടെ നന്ദി രേഖപ്പെടുത്തുന്നു. തുടർന്നും എല്ലാവരുടെയും സഹകരണങ്ങൾ പ്രാർത്ഥിക്കുന്നു. നമസ്കാരം. എല്ലാവർക്കും നന്നായിട്ടാണ് ഒരു കുടുംബം പോലെ